എം കെ മുനീറിന് സീറ്റില്ല എന്ന വാർത്ത എത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ PM സലാമും മത്സരിക്കില്ല എന്ന വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. എം കെ മുനീർ കൊടുവള്ളിയിലായിരുന്നു. കൊടുവള്ളിയിൽ നിന്ന് കോഴിക്കോട് സൗത്തിലേക്ക് മാറും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സീറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മത്സരിക്കാൻ തന്നെയായിരുന്നു മുനീറിന്റെ താല്പര്യമെന്ന് പറയുന്നത്. എന്നാൽ മുനീറിനെതിരെ ശക്തമായ വികാരം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിരുന്നു. അതുകൂടി പരിഗണിച്ചാണോ തീരുമാനമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോൾ KT സ്വാലിഹ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സ്വാലി, ലീഗിൽ ഇപ്പോൾ കേൾക്കുന്നത് എം കെ മുനീറിന് സീറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ PM സലാം മത്സരിക്കുന്നില്ല എന്നും കേൾക്കുന്നു. എന്താണ് മുനീറിനെ ഇപ്പോൾ മാറ്റാൻ കാരണം? ഈ മുനീർ മത്സരിക്കുന്നതിന് എതിരെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതാണോ ഈ മാറ്റത്തിന് കാരണം? മനു, തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി യോഗം നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യോഗമായിട്ടല്ല നടക്കുന്നത്. നേതാക്കളിൽ നിന്ന് അവരവരുടെ അഭിപ്രായം സാദിഖലി തങ്ങൾ ഓരോ വ്യക്തികളെ വിളിച്ച് രഹസ്യമായി കേൾക്കുകയാണ്. അവരോട് അവരുടെ അഭിപ്രായം തങ്ങളോട് പറയാനുള്ള ഒരു അവസരമാണ് ഇന്ന് ഒരുക്കുന്നത്. ഏതായാലും വലിയ മാറ്റം നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ളതല്ല. എം കെ മുനീറൊക്കെ മത്സരിക്കാൻ വലിയ താല്പര്യം അറിയിച്ചിരുന്നതാണ്. എം കെ മുനീറിന് സീറ്റ് നൽകേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ട്. ഒപ്പം സാദിഖലി തങ്ങളും അതേ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പദവി നൽകാമെന്നാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തോടും ഈ യോഗത്തിലേക്ക് അദ്ദേഹം കൂടി എത്തേണ്ടതാണ്. കൊടുക്കാനാണോ തീരുമാനം? അതാണോ ലീഗിന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്? മുനീറിനെ അനുനയിപ്പിക്കുന്നത് രാജ്യസഭാ സീറ്റ് നൽകിയാണോ? അദ്ദേഹത്തോട് പറയുന്നത് ഒന്നുകിൽ രാജ്യസഭാ സീറ്റ്, അതല്ലെങ്കിൽ മറ്റൊരു പദവി. അത് അധികാരം ലഭിക്കുകയാണെങ്കിൽ പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പദവി നൽകും. ഇന്നത്തെ ഈ യോഗത്തിൽ ഈ ഉന്നതാധികാര സമിതിയിൽ ഉൾപ്പെട്ട മറ്റ് നേതാക്കളുടെ കൂടി അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ തങ്ങൾ ഇതുമായി അഭിപ്രായം ചോദിച്ച ചില ആളുകളുണ്ട് ഈ സമിതിക്ക് പുറത്തുള്ള, അവരെല്ലാം തന്നെ എത്തുന്നുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുക. അതുപോലെ തന്നെ വള്ളിക്കുന്ന് MLA ആയിരുന്ന അബ്ദുൽ ഹമീദ്, അദ്ദേഹം സീറ്റിനായി തുടക്കം മുതൽ തന്നെ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം അതേ സീറ്റിൽ തന്നെ മത്സരിക്കണമെന്നും പിന്നീട് തിരുവങ്ങാടിയിലേക്ക് മാറുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അദ്ദേഹത്തിനും സീറ്റില്ല. അദ്ദേഹം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായി തുടരും. PMA സലാം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് ഇപ്പോൾ ചോദിച്ചപ്പോൾ പോലും പറഞ്ഞത് സെക്രട്ടറിയായി തുടരാനാണ് താൻ താല്പര്യമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി പാർട്ടി പറയുന്നതിന് ഒപ്പം നിൽക്കും, ആ തീരുമാനം അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരൂരങ്ങാടിയിലോ അതല്ലെങ്കിൽ മലപ്പുറത്തോ മത്സരിക്കണമെന്ന് PMA സലാമിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതും ഇപ്പോൾ നടക്കാത്ത ഒരു സാഹചര്യം. എന്താണ് സലാമിന്റെ താല്പര്യം വെട്ടാൻ കാരണം? എന്താണ്? കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ആളല്ലേ, സലാമിനെ എങ്ങനെയാണ് തഴഞ്ഞത്? എന്താണ് അതിന്റെ ഒരു ഇന്നർ പൊളിറ്റിക്സ്? സ്വാലി, തീർച്ചയായും PMA സലാമിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കുകയാണെങ്കിൽ മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു താല്പര്യമുണ്ട്. അതുപോലും ഇപ്പോൾ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ സുന്നി വിഭാഗങ്ങളുടെയൊക്കെ ഒരു വലിയ എതിർപ്പ് അദ്ദേഹം മത്സരരംഗത്തുണ്ടെങ്കിൽ ഉണ്ടാവും. സമസ്ത പോലുള്ള സംഘടനകളുടെയൊക്കെ വലിയ എതിർപ്പ് PMA സലാം മത്സരരംഗത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉയർന്നു വരും. അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസ്താവനകളൊക്കെ വീണ്ടും ചർച്ചയാവും. അക്കാരണങ്ങളാലാണ് PMA സലാമിനെ തൽക്കാലം മാറ്റുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി പോലെ ഒരു ഉന്നത പദവിയിലിരിക്കുന്നയാൾ വന്ന് ഇപ്പോൾ മത്സരിക്കേണ്ട സാഹചര്യമില്ല. കൂടുതൽ ചെറുപ്പക്കാർക്ക് 8 പേർക്ക് പുതുതായി സീറ്റ് നൽകാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മറുവശം കൂടി ഈ ചർച്ചകൾക്കിടയിലുണ്ട്. അതോടൊപ്പം ഈ എം കെ മുനീറിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ പരാതി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. കോഴിക്കോട് സൗത്തിലൊക്കെ അദ്ദേഹം വരുന്നതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഫാത്തിമ തഖ്ലിയ ഉൾപ്പെടെയുള്ളവർ അവിടെ സീറ്റിനായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. PK ഫിറോസിനെയോ അല്ലെങ്കിൽ അവിടെ ആ സീറ്റിലേക്ക് പരിഗണിക്കുന്നതാണ് നിലവിൽ ആലോചന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രാദേശികമായി ഒരു എതിർപ്പ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒക്കെ പരിഗണിച്ച് ഉയർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എം കെ മുനീറിനൊരു സീറ്റ് നൽകേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയിരുന്നത്. ഈ ഒരു താല്പര്യം ലീഗ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തോട് ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും എന്ന
ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം സീറ്റിനായി അദ്ദേഹം തുടക്കം മുതൽ തന്നെ മത്സരിക്കണം, അഥവാ അധികാരം ലഭിക്കുകയാണെങ്കിൽ മന്ത്രിയാകണമെന്നൊരാഗ്രഹം എം കെ മുനീറിനുണ്ടായിരുന്നു. അത് നോ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നേതാക്കൾക്കിടയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. അത് അദ്ദേഹത്തെ ധരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യസഭാ സീറ്റോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു പദവിയോ നൽകാം എന്ന ഒരു ധാരണയിലേക്ക് നേതൃത്വം എത്തുകയും അത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.